നമസ്കാരം മധു സർ, ഞാനാണ് മായ. നമസ്കാരം. നമ്മുടെ കമ്മിറ്റി മെമ്പേഴ്സ് കുറച്ച് പേരൊക്കെ ഇവിടെ ഉണ്ട്. ആ. ECWയുടെ പ്രസിഡന്റ് ആയിട്ടുള്ള ബസന്തിനോട് മധു സാറിനെ വെൽക്കം ചെയ്യാനായി ക്ഷണിക്കുന്നു. നമസ്കാരം സർ. നമസ്കാരം. നമുക്ക് നമ്മുടെ കൂടെ ഇപ്പോൾ ഉള്ളത് ഗുരു മാർഗി മധു സാറാണ്. കൂടിയാട്ടത്തിൻ്റെ അറിയപ്പെടുന്ന ഒരു മഹാനായ കലാകാരനാണ്. അതോടൊപ്പം ഒരുപാട് സംഭാവനകൾ കൂടിയാട്ടത്തിന് നൽകിയതുമായി ബന്ധപ്പെട്ട് ദേശീയ സംഗീത നാടക അക്കാദമി അവാർഡ് ഉൾപ്പെടെ ഒരുപാട് പുരസ്കാരങ്ങൾ നേടിയിട്ടുള്ള ആളാണ്. നമ്മൾ ECW എന്നുള്ള ഈ ഒരു കൂട്ടായ്മ സംഘടിപ്പിക്കുന്ന ഓണത്തിൻ്റെ ഭാഗമായിട്ടാണ് സാറിനെ ഞങ്ങൾ ക്ഷണിച്ചത്. ഞങ്ങളുടെ ക്ഷണം സ്വീകരിച്ച് വരാമെന്ന് പറഞ്ഞ സാറിന് ഒരുപാട് ഹൃദയം നിറഞ്ഞ നന്ദി പറയാണ്. നമ്മുടെ ഈ ഒരു കൂട്ടായ്മയ്ക്ക് പുരാതന കലാരൂപങ്ങളോടും അല്ലെങ്കിൽ ആയോധന കലകളോടും ഒക്കെ ഒരുപാട് താല്പര്യമുണ്ട്. വർഷങ്ങളായിട്ട് പല കഥകളി ആയാലും കളരിപ്പയറ്റായാലും കഴിഞ്ഞ വർഷങ്ങളിലെ ഓണത്തിന് വന്നിരുന്നു. എന്നാലും കൂടിയാട്ടം എന്ന് പറയുന്നത് നമുക്ക് എല്ലാവർക്കും ഒരു പുതിയ കലാരൂപമാണ്. നമുക്ക് പരിചയമുള്ള ഒരു കലാരൂപമല്ല. എന്നാൽ കൂടുതലും അതിൽ ഈ അറിയുന്തോറും കൂടുതൽ അതിനോട് ഇഷ്ടം കൂടി വരുന്നുണ്ട്. പുതിയ തലമുറയ്ക്കാണെങ്കിലും കൂടിയാട്ടം എന്താണെന്നും അല്ലെങ്കിൽ എങ്ങനെ അത് ആസ്വദിക്കാമെന്നുള്ളതും മധു സാറിലൂടെ അത് മനസ്സിലാക്കാൻ പറ്റുകയാണെങ്കിൽ നല്ലതായിരുന്നു. അതുപോലെ തന്നെ പുതിയ തലമുറയ്ക്ക് എങ്ങനെ ഇത് ആസ്വാദികരമാവുന്ന രീതിയിൽ അവതരിപ്പിക്കാൻ പറ്റുക എന്നുള്ളതും നമ്മൾ ഒരുപാട് ആലോചിക്കുന്നുണ്ട്. അതുപോലെ തന്നെ ഞങ്ങളുടെ ഭാഗത്തുനിന്ന് എങ്ങനെയാണ് അതിനെ സപ്പോർട്ട് ചെയ്യാൻ പറ്റുക എന്നൊക്കെ ഒന്ന് മനസ്സിലാക്കാൻ കൂടിയാണ് ഞങ്ങളുടെ ഈ ഒരു ശ്രമം. ഇനി സാറ് അത് പറയുകയാണെങ്കിൽ നമുക്കത് ഒരുപാട് സഹായമാവും. ആദ്യം തന്നെ കൂടിയാട്ടം നിങ്ങളുടെ ഓണാഘോഷത്തിന്റെ ഭാഗമായിട്ട് ഏർപ്പെടുത്താൻ തീരുമാനിച്ചതിൽ പ്രത്യേകം നന്ദി പറയുകയാണ്. പിന്നെ കൂടിയാട്ടം എന്ന് പറയുന്നത് നമുക്ക് അന്യമാണെന്ന് പറയുന്നത് തന്നെ നമ്മുടെ ഒരു വലിയൊരു പോരായ്മയായിട്ടാണ് ഞാൻ കാണുന്നത്. കാരണം പ്രത്യേകിച്ച് മലയാളിയെ സംബന്ധിച്ചിടത്തോളം കൂടിയാട്ടത്തിനെ കുറിച്ച് അറിയില്ല എന്ന് പറയുന്നത് ഒരുപക്ഷെ ആസ്വദിക്കാൻ പറ്റണമെന്ന് ഞാൻ പറയില്ല. കാരണം ആസ്വദിക്കാൻ അവസരങ്ങൾ ഉണ്ടായില്ലെങ്കിൽ പക്ഷെ ഒരുപക്ഷെ നമ്മളുടെ വ്യക്തിപരമായിട്ടുള്ള പല തിരക്കുകളുടെ ഇടയിൽ ചിലപ്പോൾ അത് ആസ്വദിക്കാനുള്ള അവസരം കിട്ടിയിട്ടുണ്ടാവില്ല. അതുകൊണ്ട് അത് പ്രശ്നമല്ല. പക്ഷെ കൂടിയാട്ടം എന്ന് പറയുന്നത് കേരളത്തിനെ സംബന്ധിച്ചിടത്തോളം ഏറ്റവും അഭിമാനകരമായിട്ടുള്ള ഒരു കലാരൂപമാണ്. ഇത് പല കാരണങ്ങൾ കൊണ്ടാണ്. ഒന്ന്, അതിൻ്റെ ചരിത്രപരമായിട്ടുള്ള ഒരു പ്രാധാന്യം. കാരണം കൂടിയാട്ടത്തിൻ്റെ ഒരു ചരിത്രം നോക്കിക്കഴിഞ്ഞു കഴിഞ്ഞാൽ പ്രത്യേകിച്ചാൽ കുറഞ്ഞത് ഒരു 1000 വർഷത്തിലപ്പുറം ചരിത്രമുള്ള ഒരു കലാരൂപമാണ്. പൊതുവെ ചരിത്രകാരന്മാർ പലപ്പോഴും 2000 വർഷത്തിലധികം പഴക്കം എന്നൊക്കെ പറയാറുണ്ടെങ്കിലും കൃത്യമായ തെളിവൊന്നും നമ്മുടെ കയ്യിൽ അതിനില്ല. കാരണം ചിലപ്പതികാരത്തിലെ ചില പരാമർശങ്ങളൊക്കെ വെച്ചുകൊണ്ടാണ് അങ്ങനെ ഒരു നിഗമനത്തിലേക്ക് എത്തണത്. എങ്കിലും 1000 വർഷം എന്തായാലും കൃത്യമായ തെളിവിന്റെ അടിസ്ഥാനത്തിൽ ശിലാലിഖിതങ്ങളിൽ നിന്നും അതുപോലെ കോപ്പർ പ്ലേറ്റുകളിൽ നിന്നൊക്കെ ഉള്ള രേഖകളെ വെച്ചുകൊണ്ട് ഏറ്റവും കുറഞ്ഞത് 1000 വർഷമെങ്കിലും പഴക്കമുള്ള ഒരു കലാരൂപമാണ്. ഒരു 1000 വർഷം പഴക്കമുണ്ടെന്നുള്ളതല്ല, അത് ഇപ്പോഴും നിലനിൽക്കുന്നു എന്നുള്ളതാണ് അതിൻ്റെ ഒരു പ്രാധാന്യം. അല്ലാണ്ട് ഒരു കാലത്ത് അത് ഉണ്ടായിരുന്നു എന്ന് പറയില്ലല്ല, അത് വളരെ ലൈവായിട്ട് ഇപ്പോഴും നിലനിൽക്കുന്നു എന്നുള്ളതാണ് അതിൻ്റെ ഒരു പ്രാധാന്യമായിട്ട് എനിക്ക് തോന്നുന്നത്. ഒരുപക്ഷെ സംസ്കൃത ഭാഷയിലുള്ള നാടകാവതരണങ്ങൾ ഒരു BC 2-ാം നൂറ്റാണ്ട് മുതലെങ്കിലും ഇന്ത്യയുടെ എല്ലാ സംസ്ഥാനങ്ങളിലും, ഇപ്പോൾ കാശ്മീർ മുതലുള്ള എല്ലാ സംസ്ഥാനങ്ങളിലും സംസ്കൃത നാടകത്തിന്റെ അവതരണങ്ങൾ നടന്നിരുന്നതാണ്. പക്ഷെ അവിടെയൊക്കെ പ്രാദേശിക ഭാഷകൾ വന്നതോടു കൂടിയിട്ട് രംഗാവതരണങ്ങൾ പലതും സംസ്കൃത ഭാഷയിൽ നിന്ന് പ്രാദേശിക ഭാഷയിലേക്ക് മാറിയതോടുകൂടി സംസ്കൃത നാടകാവതരണം എന്നുള്ളത് അവിടെയൊക്കെ ഇല്ലാതെ കണ്ടായി തീർന്നു. അത് ഇന്നിപ്പോൾ അവശേഷിക്കുന്നത് കേരളത്തിൽ മാത്രമാണ് ഉള്ളത്. അതിൻ്റെ ഒരു കാരണം എന്നുള്ളത്, ഒരു പ്രധാനപ്പെട്ട കാരണം, ഇത് ക്ഷേത്രവുമായിട്ട് ബന്ധപ്പെടുത്തിക്കൊണ്ട് അവതരിപ്പിച്ചതുകൊണ്ട് ഒരു അനുഷ്ഠാന സ്വഭാവം കൂടെ അതിന് നിലനിന്നത് കൊണ്ടാണ് നമ്മുടെ ഇവിടെ സംസ്കൃതം ആ രീതിയിൽ ഒരു സംസാര ഭാഷയോ അല്ലെങ്കിൽ
വ്യവഹാര ഭാഷയായിട്ടൊന്നും സംസ്കൃതം കേരളത്തിൽ നിലനിൽക്കുന്നില്ല. പക്ഷെ ഇത് ക്ഷേത്രവുമായിട്ട് ബന്ധപ്പെടുത്തി ചേർത്ത് നിർത്തിയത് കൊണ്ടാണ് അതിനിങ്ങനെ നിലനിൽക്കാൻ സാധിച്ചതിന്റെ ഒരു കാരണം. അപ്പോ ആ രീതിയിൽ അതിൻ്റെ ഒരു പഴക്കം വെച്ചുകൊണ്ട് തന്നെ കൂടിയാട്ടം നമ്മൾ അറിഞ്ഞിരിക്കേണ്ട, ഏറ്റവും കുറഞ്ഞ പക്ഷം അതിനെക്കുറിച്ചൊന്ന് മനസ്സിലാക്കേണ്ട ഒരു കടമ ഓരോ മലയാളിക്കും ഉണ്ട് എന്നാണ് ഞാൻ വിചാരിക്കുന്നത്. പിന്നെ പൊതുവെ നമ്മളെ പേടിപ്പിക്കുക ഒന്ന്, ഇത് നമുക്കൊന്നും മനസ്സിലാവില്ല, സാധാരണക്കാരന് മനസ്സിലാവുന്നതല്ല, ഇത് വളരെ എലീറ്റ് ആയിട്ടുള്ള ഒരു ഓഡിയൻസിന് മാത്രമാണ് ഇത് കണ്ടാൽ മനസ്സിലാവുള്ളൂ എന്നൊക്കെ ഉള്ള ഒരു മിഥ്യാധാരണ നമ്മുടെ ഇടയിലൊക്കെ അറിഞ്ഞോ അറിയാണ്ടിയൊക്കെ കടന്നു വന്നിട്ടുണ്ട്. പലപ്പോഴും നമ്മൾ ഈ ഗ്ലോറിഫിക്കേഷന്റെ ഭാഗമായിട്ട് നമ്മളിതിനെ, നമ്മുടെ സ്നേഹം കൊണ്ടായിരിക്കും നമ്മളതിനെ ഭയങ്കരമായിട്ട് ഇങ്ങനെ പുകഴ്ത്തും, ഇങ്ങനെ ഇത് ഭയങ്കര ഉദാത്തമായ അഭിനയമാണ്, അപ്പൊ അതുകൊണ്ട് ഇത് സാധാരണക്കാരന് മനസ്സിലാവണതല്ല, തപസ്യാണെന്നൊക്കെ പറഞ്ഞ് വാസ്തവത്തിൽ നമ്മൾ അതിനുള്ള സ്നേഹം കൊണ്ടാണ് അങ്ങനെ പറയണത്. പക്ഷെ എന്താ സംഭവിക്കുന്നത് വെച്ച് കഴിഞ്ഞാല് അത് പലപ്പോഴും അയ്യോ ഇതെന്തോ ഒരു വലിയൊരു സംഭവമാണ്, അപ്പൊ നമുക്കൊന്നും ഇത് അതിന്റെ അടുത്തേക്ക് എത്താൻ പറ്റില്ല എന്നുള്ളൊരു തോന്നലുകൊണ്ട് പലരും അതിൽ നിന്ന് അകന്നു പോവുകയാണ് ചെയ്യണത്. വാസ്തവത്തില് അങ്ങനെ വലിയ ബുദ്ധിമുട്ടുള്ളതൊന്നും അല്ല കൂടിയാട്ടം ആസ്വദിക്കുക എന്ന് പറയുന്നത്, അല്ലെങ്കിൽ കഥകളി ആസ്വദിക്കുക എന്ന് പറയുന്നതൊന്നും അത്ര ബുദ്ധിമുട്ടുള്ള ഒരു കാര്യമൊന്നുമല്ല. പക്ഷെ സ്വാഭാവികമായിട്ടും നമുക്ക് അതിലൊരു അവസരം ഉണ്ടാവണം, പിന്നെ നമുക്ക് അതിനോടൊരു താല്പര്യം ഉണ്ടാവണം. തീർച്ചയായിട്ടും ഭിന്നരുചി ഭിർലോക എന്ന് പറഞ്ഞിട്ടുള്ള പോലെ ഓരോരുത്തരുടെയും ടേസ്റ്റ് ഓരോന്നാണ്, എല്ലാവർക്കും ഒരേ ടേസ്റ്റ് ആയിക്കൊള്ളണമെന്നൊന്നുമില്ല. അപ്പൊ അതുകൊണ്ട് എങ്കിലും നമുക്ക് താല്പര്യം ഉണ്ടെങ്കിൽ അത് ആസ്വദിക്കാൻ ഒരു തടസ്സമൊന്നും അല്ല എന്നാണ് എൻ്റെ ഇത്രയും കാലത്തെ ഒരു അനുഭവത്തിൽ നിന്ന് എനിക്ക് തോന്നുന്നത്. കാരണം ഇപ്പോ വിദേശത്തുനിന്ന് വരുന്ന ആളുകൾ എത്ര ഭംഗിയായിട്ടാണ് കൂടിയാട്ടം ആസ്വദിക്കുന്നത്. ഇപ്പൊ നമ്മളിവിടെ ഇപ്പൊ ഈ ഫെസ്റ്റിവല് കഴിഞ്ഞ ഒരാഴ്ചയിൽ ഒരു 10 ദിവസം കണ്ടിന്യൂസ് ആയിട്ട് ഫെസ്റ്റിവൽ ഉണ്ടായിരുന്നത് 7 മണിക്കൂർ 8 മണിക്കൂറൊക്കെ ഉള്ള അവതരണങ്ങളായിരുന്നു. പക്ഷെ അതിന് അവർക്ക് ഒരു ബുദ്ധിമുട്ടുണ്ടായിട്ടില്ല ആസ്വദിക്കാനായിട്ട്. കാരണം അപ്പോൾ വാസ്തവത്തിൽ നമ്മുടെ ഒരു സംസ്കാരമൊന്നും അവർക്കില്ല. നമ്മുടെ ഭാരതമോ അല്ലെങ്കിൽ രാമായണോ തുടങ്ങിയുള്ള ഇതിഹാസങ്ങളുടെ ഒന്നും പാരമ്പര്യം അവർക്ക് അവകാശപ്പെടാനില്ലല്ലോ. അവർ തീർച്ചയായിട്ടും പഠിച്ചു മനസ്സിലാക്കിയിട്ട് കാണുകയാണ്. അപ്പൊ അതുകൊണ്ട് ആസ്വാദനം ഒരിക്കലും തടസ്സമല്ല. അത് മാത്രമല്ല, നമ്മൾ അവതരിപ്പിച്ച പല ദിക്കിലും കൂടിയാട്ടം ആസ്വദിക്കാൻ ഒരു തടസ്സമായിട്ട് തോന്നിയിട്ടില്ല. പലപ്പോഴും കഥകളി നമ്മൾ പറയും കഥകളി കുറച്ചും കൂടി എളുപ്പമാണ്, കാരണം കഥകളിയിൽ പാട്ടുണ്ട്, കൊട്ടുണ്ട്, തീർച്ചയായിട്ടും അതിൻ്റെ ഒരു സമഗ്രത കഥകളിക്കുണ്ട്. അപ്പൊ അതുകൊണ്ട് ഒരു കളർഫുൾ ആയിട്ട് നമുക്ക് തോന്നും എന്നുള്ളത് ശരിയാണ്. പിന്നെ നമ്മൾ കഥകളി മനസ്സിലാവുന്നു എന്ന് പലപ്പോഴും വിചാരിക്കണത് അതിലെ പാട്ട് കേട്ടിട്ട് അതിന്റെ കഥ മനസ്സിലായി എന്നുള്ള രീതിയിലാണ് നമ്മൾ കഥകളി മനസ്സിലായി എന്നൊക്കെ വിചാരിക്കണത്. പലപ്പോഴും നമ്മൾ കഥകളി കാണുന്ന ആളുകൾ ഇപ്പൊ കേരളത്തിൽ അടക്കം കഥകളി കാണുന്നതിലൊരു 5% അല്ലെങ്കിൽ 10% താഴെയാണ് കഥകളിയുടെ സങ്കേതം അറിഞ്ഞ് ആസ്വദിക്കുന്നവരുള്ളത്. ബാക്കിയൊക്കെ നമുക്ക് ഈ പാട്ട് കേൾക്കുമ്പോൾ അതിന്റെ കഥ മനസ്സിലാവുന്നു, അതനുസരിച്ചുള്ള ആക്ഷൻ മനസ്സിലാവുന്നു എന്നതിന്റെ അപ്പുറത്തേക്ക് കഥകളിയുടെ ഒരു എസ്തെറ്റിക്സ് ഒക്കെ ആ രീതിയിൽ ആസ്വദിക്കപ്പെടുന്നുണ്ടോ എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ അത്ര എളുപ്പമല്ല. മാത്രമല്ല കഥകളിയിലെ മുദ്രയുടെ കാണിക്കലൊക്കെ വളരെ വേഗത്തിലാണ് കാണിക്കുക. കൂടിയാട്ടം കുറച്ചും കൂടെ സ്ലോയിലായതുകൊണ്ട് മനസ്സിലാക്കാൻ അത്ര ബുദ്ധിമുട്ടില്ല ശരിക്ക്. പിന്നെ നമ്മളിപ്പോ ചെയ്യുന്നത് പുതിയ ഒരു ജനറേഷനോട് കമ്മ്യൂണിക്കേറ്റ് ചെയ്യുക എന്നുള്ള രീതിയിൽ നമ്മൾ ചെയ്യാറുള്ളത് പലപ്പോഴും അതിന് സബ് ടൈറ്റിൽസ് ഉപയോഗിക്കുക എന്നുള്ളതാണ്. ഇത് വളരെ പലരും പറഞ്ഞിട്ടുള്ളതാണ്, ആദ്യമായിട്ട് കൂടിയാട്ടം കാണുന്ന പലരും പറഞ്ഞിട്ടുള്ള ഒരു കാര്യമാണ്. ഈ സബ് ടൈറ്റിൽസ് വരുന്നതോട് കൂടിയിട്ട് അവർക്ക് എന്താണ് രംഗത്ത് നടക്കുന്നത്, ആദ്യം നമ്മൾ സിനോപ്സിസ് കൊടുക്കുന്നു, അപ്പോൾ അതോടുകൂടി ഇതിന്റെ കഥ എന്താണെന്ന് അവർക്കൊരു ധാരണ ഉണ്ടാവുന്നു. അതിനുശേഷം പെർഫോമൻസ് നടക്കുമ്പോൾ ലൈവായിട്ട് തന്നെ എന്താണോ അരങ്ങിൽ നടക്കുന്നത് അതിന്റെ സബ് ടൈറ്റിൽസ് സ്ക്രീനിൽ കാണുന്നു. അത് കാണുന്നതോടെ എന്താ അവിടെ നടക്കുന്നതെന്ന് അവർക്ക് മനസ്സിലായി. പിന്നെ അത് എങ്ങനെ അവതരിപ്പിക്കും എന്നുള്ള ആക്ഷനാണ് അവർ അതിൽ ആസ്വദിക്കുന്നത്. അപ്പൊ അതുകൊണ്ട് പിന്നെ ഒരു തടസ്സമായിട്ട് എല്ലാവരും പറയും അയ്യോ ഇത് സംസ്കൃത നാടകമല്ലേ, കൂടിയാട്ടം എന്ന് പറയുന്നത് സംസ്കൃത നാടക അഭിനയമാണ്, അപ്പൊ സംസ്കൃതം നമുക്കൊന്നും മനസ്സിലാവാത്തതാണെന്ന്. പക്ഷെ അങ്ങനെയല്ല, വാസ്തവത്തിൽ ഡയലോഗുകൾ വളരെ കുറവേ ഉള്ളൂ, ആക്ഷനാണ് കൂടുതലുള്ളത്. അപ്പൊ അതുകൊണ്ട് സംസ്കൃത ഭാഷ അറിഞ്ഞുകൊള്ളുന്ന ഒരു നിർബന്ധമില്ല കൂടിയാട്ടം ആസ്വദിക്കാനായിട്ട്. തീർച്ചയായിട്ടും നമുക്ക് അറിയാമെങ്കിൽ അത് നല്ലതാണ്, അല്ലാന്നല്ല ഞാൻ പറയുന്നത്. പക്ഷെ സംസ്കൃതം അറിയില്ലെങ്കിൽ പോലും, ഇപ്പൊ സംസ്കൃതം ഒന്നും അറിയാത്ത ആളുകൾ പോലും സുഖമായിട്ട് കൂടിയാട്ടം ആസ്വദിക്കുന്നുണ്ട്. അപ്പൊ അതുകൊണ്ട് നമ്മൾ ഒന്ന് പ്രിപ്പയർ ആവുകയാണെങ്കിൽ, അതായത് എന്താണ് നടക്കണമെന്ന് ഒരു ധാരണ ഉണ്ടാവുകയാണെങ്കിൽ നമുക്ക് കൂടിയാട്ടം ആസ്വദിക്കാൻ ഒരു തടസ്സവും, നമ്മൾ വില്ലിങ് ആണെങ്കിൽ ഒരു തടസ്സവും ഇല്ല എന്നാണ് എൻ്റെ ഇത്രയും കാലത്തിൽ എക്സ്പീരിയൻസ് എന്ന് എനിക്ക് പറയാൻ പറ്റുന്ന ഒരു കാര്യം. പിന്നെ കൂടിയാട്ടം എന്ന് പറയുന്നത് വളരെ മഹത്തായിട്ടുള്ള ഒരു ഇന്ത്യൻ അഭിനയ പാരമ്പര്യം എന്ന് തന്നെ നമുക്ക് പറയാവുന്നതാണ് കൂടിയാട്ടത്തിന്റെ അഭിനയം എന്ന് പറയുന്നത്. അത് ഞാൻ നേരത്തെ പറഞ്ഞ പോലെ സംസ്കൃത നാടകങ്ങൾ, അതായത് ഇപ്പോൾ ശക്തിഭദ്രൻ, കേരളീയനായിട്ടുള്ള കവിയാണ് ശക്തിഭദ്രൻ, നമ്മൾ എത്ര പേർക്ക് അറിയാമെന്നറിയില്ല. നമ്മുടെ കേരളത്തിൽ ജനിച്ച ശങ്കരാചാര്യരുടെ സമകാലികൻ എന്ന് വിശേഷിക്കപ്പെടുന്ന ഒരു സംസ്കൃത നാടകകൃത്താണ് ശക്തിഭദ്രൻ.
ഇദ്ദേഹത്തിന്റെയാണ് ആശ്ചര്യ ചൂടാമണി എന്നുള്ള നാടകം. അതുപോലെ ഭാസൻ, അതുപോലെ കുലശേഖരൻ കേരളീയനായിട്ടുള്ള കവിയാണ്. കൊടുങ്ങല്ലൂര് മഹോദയപുരം മരിച്ചിരുന്ന രാജാവാണ്. ഇദ്ദേഹത്തിന്റെ സംസ്കൃത നാടകങ്ങൾ, ഇതൊക്കെയാണ് കൂടിയാട്ടത്തിന് പ്രധാനമായിട്ടും ഉപയോഗിക്കുന്ന ടെക്സ്റ്റുകൾ എന്ന് പറയുന്നത്. അത് തന്നെ ഒരു നാടകം കംപ്ലീറ്റ് ആയിട്ട് അഭിനയിക്കുക എന്നുള്ളതല്ല, നാടകത്തിലെ ഏതെങ്കിലും ഒരംഗം എന്ന് പറഞ്ഞാൽ ഒരു ചാപ്റ്റർ, ഒരു നാടകത്തിൽ 5ഓ അതിലധികമോ അംഗങ്ങൾ ഉണ്ടാവും. അപ്പൊ അതിൽ ഒരംഗം മാത്രം എടുത്തിട്ട് അതിനെ ഒരു പ്രത്യേക നാടകം എന്ന് പറഞ്ഞൊരു പുതിയ പേര് കൊടുത്തിട്ട് അങ്ങനെയാണ് അതിനെ അവതരിപ്പിക്കുക. ഇപ്പൊ നമ്മളിവിടെ അവതരിപ്പിക്കുന്ന ജടായുവധം എന്ന് പറയുന്നത് ശക്തിഭദ്രന്റെ ആശ്ചര്യ ചൂടാമണിയിലെ 5ാമത്തെ അംഗമാണ്. പക്ഷെ നമ്മൾ അതിനെ ജടായുവധം എന്നുള്ള പേരിലാണ് കേരളത്തില് കുടിയാട്ടത്തിന്റെ രംഗവേദിയിൽ അതിനെ അവതരിപ്പിക്കുക. അപ്പൊ ഇങ്ങനെ ഓരോ അംഗങ്ങളും എടുത്തിട്ടാണ് ഇത് അവതരിപ്പിക്കുക. അങ്ങനെ അംഗങ്ങൾ അവതരിപ്പിക്കുമ്പോൾ തന്നെ അത് ഇപ്പോൾ നമ്മൾ നിലവിലുള്ള റെപ്പർട്ടയർ അനുസരിച്ചിട്ട് നമ്മുടെ ശേഖരത്തിൽ 5 മുതൽ 41 ദിവസം വരെ നീണ്ടു നിൽക്കുന്ന അംഗാവതരണങ്ങളാണ് ഉള്ളത്. ഒരംഗം അവതരിപ്പിക്കാൻ ഏറ്റവും കുറഞ്ഞത് 5 ദിവസവും ഏറ്റവും അധികം വേണ്ടത് 41 ദിവസമാണ്. ഇതിന്റെ ഇടയിൽ ചിലത് 10 ദിവസം വേണ്ടതുണ്ട്, ചിലത് 11 ദിവസം വേണ്ടതുണ്ട്, ചിലത് 16 ദിവസം കൊണ്ട് അവതരിപ്പിക്കുന്നുണ്ട്, ചിലത് 6 ദിവസം. ഇത് അംഗത്തിന്റെ സ്വഭാവം അനുസരിച്ച് അതിന്റെ ദിവസങ്ങളുടെ എണ്ണം കൂടിയും കുറഞ്ഞും ഇരിക്കും. എന്ന് പറഞ്ഞുകൊണ്ട് ഒരു ദിവസം 24 hours എന്നുള്ള അർത്ഥത്തിലല്ല ഞാൻ പറയുന്നത്. ഒരു മിനിമം ഒരു 3.5 മണിക്കൂർ, ചില ദിവസം അത് 8 മണിക്കൂർ വരെ പോകാം, ചില ദിവസം 1.5 മണിക്കൂർ കൊണ്ട് കഴിയാം. ഒരു ആവറേജ് 3.5-4 മണിക്കൂർ കൊണ്ട് നമുക്ക് കണക്കാക്കാം. ഇങ്ങനെയാണ് കൂടിയാട്ടത്തിന്റെ ഒരു രംഗാവതരണത്തിന്റെ സ്വഭാവം. അപ്പൊ ഇതില് അപ്പോഴാണ് അതിന്റെ പൂർണ്ണ രീതിയിൽ നമുക്ക് അതിനെ അവതരിപ്പിക്കാനായിട്ട് സാധിക്കും. പക്ഷെ നമ്മുടെ സമകാലികമായിട്ടുള്ള ഒരു അവസ്ഥയിൽ അത് അത്രമാത്രം പോസിബിൾ അല്ല എന്ന് നമുക്കറിയാം. കാരണം അത്രയും ദിവസം കണ്ടിന്യൂസ് ആയിട്ട് കാണുക എന്നുള്ളത് എല്ലാവർക്കും താല്പര്യമുള്ള ആളുകൾക്ക് സാധിക്കും. ഇപ്പൊ ഞാൻ നേരത്തെ പറഞ്ഞ ഇസ്രായേലിൽ നിന്ന് വന്ന ഒരു വലിയൊരു സംഘം അധ്യാപകരും വിദ്യാർത്ഥികളും അവരിവിടെ താമസിച്ച് ഇതിനുവേണ്ടി മാത്രമായിട്ട് ഇവിടെ വന്ന് താമസിച്ച് ഫുൾ പ്ലേ കണ്ടു. ഇതുപോലെ തന്നെ ഒരംഗം 9 ദിവസം കൊണ്ട്, മോസവിലാസം നമ്മൾ അവതരിപ്പിച്ച 6-7 ദിവസം കൊണ്ടാണ് അവതരിപ്പിച്ചത്. അത് മുഴുവൻ അവർ ഒരു ദിവസം ഒരു 6 മണിക്കൂറും 4 മണിക്കൂറിന്റെ ഇടയിൽ ഇങ്ങനെ വന്നുകൊണ്ടിരുന്നു. അപ്പൊ അത് പക്ഷെ അത് നമുക്ക് അത്രമാത്രം താല്പര്യം ഉണ്ടെങ്കിൽ മാത്രമാണ് അത് സാധിക്കുക. ഒരു ജനറൽ പബ്ലിക്കിന് അതൊരു അത്രമാത്രം സാധ്യമായിക്കൊള്ളുന്നില്ല. അപ്പോൾ സാധാരണ രീതിയിൽ നമ്മൾ അവതരിപ്പിക്കുന്ന ഒരു ഡ്യൂറേഷൻ എന്ന് പറയുന്നത് ഒരു 2.5 മണിക്കൂറാണ് ഒരു അംഗത്തിന്റെ. അത് ഞാൻ ഈ പറഞ്ഞ പോലെ എല്ലാ ഭാഗങ്ങളും ഒന്നും ഇതിലുണ്ടാവില്ല. അതിലെ ആ നാടക ഭാഗം മാത്രം എടുത്തിട്ട് അവതരിപ്പിക്കുകയാണ് നമ്മൾ സാധാരണ രീതിയിൽ ചെയ്യുക. നമ്മളിവിടെ ബാംഗ്ലൂർ ഇപ്പോൾ നമ്മൾ ഉദ്ദേശിക്കുന്നത് 1 മണിക്കൂറാണ് നമ്മുടെ ഡ്യൂറേഷൻ പറഞ്ഞിട്ടുള്ളത്. അപ്പൊ 1 മണിക്കൂർ ഡ്യൂറേഷൻ കൊണ്ട് എന്ത് ചെയ്യാൻ പറ്റുന്നതാണ് നമ്മൾ ആലോചിച്ചത്. അപ്പൊ അങ്ങനെ ആലോചിക്കുമ്പോൾ നമുക്കത് ചെയ്യാൻ പറ്റുന്നത് ആദ്യമായിട്ട് കാണുന്ന ഒരു ഓഡിയൻസ് എന്നുള്ള രീതിയിൽ വളരെ വൈവിധ്യം, കഥാപാത്രങ്ങളുടെ വൈവിധ്യം അതിലുണ്ടാവണം. അതായത് പല കോസ്റ്റ്യൂമിലുള്ള ക്യാരക്ടേഴ്സ് വരിക എന്ന് പറയുന്നത് അരങ്ങിന്റെ ഒരു കളർ, എന്താ പറയുക, സ്പെക്ടക്കിൾ എന്നുള്ള രീതിയിൽ അതിനൊരു സാധ്യത ആണ്. ആ അർത്ഥത്തിലാണ് നമ്മൾ ഈ ജടായുവധം ആലോചിക്കാൻ ഒരു കാരണം. രണ്ടാമത്തെ കാരണം എന്ന് പറയുന്നത് ഇതിന്റെ ഇതിവൃത്തം എന്ന് പറയുന്നത് വളരെ സിമ്പിൾ ആണ്. കാര്യമായിട്ട് ഡീറ്റെയിലിംഗ് ആവശ്യമില്ലാത്ത ഒരു ഇതിവൃത്താണ്. രാവണൻ സീതയെ അപഹരിച്ചു കൊണ്ടുപോകുന്നു, ജടായു തടയുന്നു, ജടായുവിനെ വെട്ടിയിട്ടിട്ട് രാവണൻ കൊണ്ടുപോകുന്നു. വളരെ സിമ്പിളായിട്ട് കഥ എന്ന് പറയുന്നത് വളരെ സിമ്പിളായിട്ട് പറയാവുന്ന ഒരു കഥയാണ്. അതേസമയം തന്നെ കൂടിയാട്ടം എങ്ങനെയാണ് കൂടിയാട്ടം അഭിനയിച്ചത് ഫലിപ്പിക്കുന്നതെന്ന് കാണിക്കാൻ വേണ്ടിയിട്ട് ഒരു ഭാഗം മാത്രം അതിൽ, ഇപ്പൊ രാവണൻ സീതയോട് പറയുന്ന ആ ഭാഗത്തിൽ, നീ ഇങ്ങനെ കരഞ്ഞിട്ട് കാര്യമൊന്നുമില്ല, ഞാൻ ശത്രുവാകുമ്പോൾ ഒരാൾ നിന്നെ രക്ഷിക്കില്ല, കാരണം ഞാൻ ദിഗ്ഗജങ്ങളെ ജയിച്ച് അവരുടെ കൊമ്പ് തട്ടിയിട്ട് എൻ്റെ മാർവിടത്തിൽ അതിന്റെ പാടിപ്പോഴും ഉണ്ട്, നോക്കിക്കോളൂ എന്ന് പറയുമ്പോൾ അവിടെ രാവണൻ ദിഗ്ഗജങ്ങളെ യുദ്ധത്തിന് വിളിക്കുന്നതും ദിഗ്ഗജങ്ങളുമായിട്ട് യുദ്ധം ചെയ്യണതും ദിഗ്ഗജങ്ങൾ രാവണനെ കുത്തണതും ഒക്കെ മാറി മാറി. ഇതാണ് കൂടിയാട്ടത്തിന്റെ, കേരളത്തിന്റെ ഒരു പ്രത്യേകതയാണ് ഈ പകർന്നാട്ടം എന്ന് പറയുന്നത്. ഒരു നടൻ തന്നെ പല കഥാപാത്രങ്ങളായിട്ട് മാറി മാറി അഭിനയിക്കുക. ഇവിടെ രാവണൻ തന്നെയാണ് ഈ ദിഗ്ഗജങ്ങളായിട്ടും രാവണനായിട്ടും മാറി മാറി അഭിനയിക്കുന്നത്. അപ്പൊ ഇങ്ങനെ അഭിനയത്തിന്റെ ഒരു സ്വഭാവം കിട്ടാൻ പാകത്തിന് ഒരു മാക്സിമം എനിക്ക് തോന്നുന്നത് ഒരു 15 മിനിറ്റ് ഒക്കെ വരുന്ന, 15-20 മിനിറ്റിന്റെ ഉള്ളിൽ നിൽക്കുന്ന ഒരു അഭിനയ ഭാഗം, അതായത് കൂടിയാട്ടത്തിന്റെ എങ്ങനെയാണ് കൂടിയാട്ടം അഭിനയിച്ച് ഫലിപ്പിക്കുന്നതെന്ന് കാണിക്കാനായിട്ടൊരു ഭാഗം. പിന്നെ ജടായുവിന്റെ ചില നൃത്തങ്ങൾ, അതായത് പക്ഷിയുടെ സ്തോഭങ്ങൾ എങ്ങനെയാണ് സ്റ്റൈലൈസ്ഡ് ആയിട്ട് ഒരു പക്ഷിയെ രംഗത്ത് അവതരിപ്പിക്കുന്നത്. സാധാരണ ഒരു പക്ഷിയല്ല, പക്ഷെ ഒരു പക്ഷിയുടെ സ്വഭാവം എങ്ങനെയാണ് അരങ്ങിലേക്ക് കൊണ്ടുവരാൻ പറ്റുക, ഒരു ക്ലാസിക്കൽ തിയേറ്ററിൽ എങ്ങനെയാണ് ഒരു പക്ഷിയുടെ ചലനങ്ങളെയൊക്കെ ആവിഷ്കരിച്ചത് മനസ്സിലാക്കാനായിട്ടാണ് ജടായുവിന്റെ ഒരു നൃത്തവും ഒക്കെ, അതിന്റെ കുത്തറതും ചിറകുകുത്തി പറക്കണതൊക്കെ അവതരിപ്പിക്കുക. പിന്നെ യുദ്ധം എന്ന് പറയുന്നത് ഒരു ചടുലമായിട്ടുള്ള ഒരു രംഗാണല്ലോ, പരസ്പരം അങ്ങോട്ടും ഇങ്ങോട്ടും യുദ്ധത്തിന് വിളിക്കുകയും യുദ്ധം ചെയ്യുക എന്നുള്ള ചടുലമായിട്ടുള്ള രംഗമാണ്. അപ്പൊ ഇങ്ങനെ പലതും കോർത്തിണക്കാൻ പറ്റുന്ന ഒരു ഭാഗം എന്നുള്ള രീതിയിലാണ് നമ്മൾ ജടായുധം ഇതിനെ തെരഞ്ഞെടുത്തത്. അത് ഒരു 1 മണിക്കൂർ നേരം കൊണ്ട് ചെയ്യുക എന്നുള്ളതാണ് നമ്മളിപ്പോഴത്തെ ഒരു ധാരണ.
അപ്പൊ ഇതില് സാധാരണ രീതിയിൽ കൂടിയാട്ടത്തിൽ ഒരു ശ്ലോകം ചൊല്ലി കഴിഞ്ഞാൽ അത് അഭിനയിക്കുക, അത് കഴിഞ്ഞാൽ അടുത്ത ശ്ലോകം അല്ലെങ്കിൽ ഡയലോഗ് സംസ്കൃതത്തിൽ ചൊല്ലുക, അത് മുദ്രയിലൂടെ അതിന്റെ അർത്ഥം അഭിനയിക്കുക, ഇങ്ങനെ രീതിയിലാണ് പോവുക. പക്ഷെ നമുക്ക് ഈ സമയത്തിന്റെ ഒരു ഇതുള്ളതുകൊണ്ട് എല്ലാ ശ്ലോകവും ആ രീതിയിൽ പറ്റില്ല. ചില ശ്ലോകങ്ങൾ അങ്ങനെ ഡയലോഗ് പോലെ പറഞ്ഞു പോലും മാത്രമാവും, ചില ശ്ലോകം അഭിനയിക്കാനും കൂടെ ഞാൻ നേരത്തെ പറഞ്ഞ പോലെ 1-2 ശ്ലോകങ്ങൾ, ഇപ്പോൾ ജഡായുവിന്റെ ഒരു ശ്ലോകവും രാവണന്റെ ഒരു ശ്ലോകവും നമുക്ക് അഭിനയിക്കാനായിട്ട് എടുക്കും. അല്ലാത്തതൊക്കെ നമ്മൾ ഡയലോഗായിട്ടാവും അധികം പറഞ്ഞു പോകും. അതിൽ സൂതന്റെ ഒരു ശ്ലോകം അങ്ങനെ അഭിനയിക്കും. അപ്പൊ ഇങ്ങനെ ഉള്ള ഒരു രീതിയിലാണ് നമ്മൾ ഇതിനെ സംവിധാനം ചെയ്തിട്ടുള്ളത്. അത് സബ് ടൈറ്റിൽ ഉള്ളത് കൊണ്ട് തന്നെ മനസ്സിലാവാൻ ബുദ്ധിമുട്ടൊന്നുമില്ല. പിന്നെ യുദ്ധമാണെങ്കിലും കണ്ടാൽ ആളുകൾക്ക് മനസ്സിലാവുന്നത് ആനയായിട്ടുള്ള യുദ്ധമാണെന്ന് മറന്നു കഴിഞ്ഞാൽ പിന്നെ ആനയുടെ ചലനങ്ങളും അതിന്റെ ചെവി ആട്ടണതും അതുപോലെ തുമ്പി വയ്ക്കണതും കൊമ്പും ഒക്കെ കാണുമ്പോൾ ആളുകൾക്ക് മനസ്സിലാവാൻ അത്ര ബുദ്ധിമുട്ടുള്ള ഒരു കാര്യമാണെന്ന് എനിക്ക് തോന്നുന്നില്ല. അപ്പൊ ഇതാണ് നമ്മുടെ മനസ്സിലുള്ളൊരു പ്ലാൻ ഉള്ളത്. പിന്നെ പൊതുവെ അന്ന് മായ പറയുകയുണ്ടായി, യൂത്താണ് അതിൻ്റെ ഒരു പ്രധാനമായിട്ടുള്ള ആളുകൾ വരിക, അവരുടെ ഒരു ടെമ്പോ ഇത് കഴിഞ്ഞാൽ പിന്നെ വരാൻ പോകുന്ന നിങ്ങളുടെ പെർഫോമൻസ് എന്ന് പറയുന്നത് മറ്റേ എന്താ അടുത്ത ദിവസം ബാൻഡ് ആണെന്ന് പറഞ്ഞിരുന്നു. അപ്പൊ ഞാൻ പറഞ്ഞ അങ്ങനെ അത് എക്സ്പെക്ട് ചെയ്യുന്ന ഒരു ഓഡിയൻസിന്റെ മുമ്പിലാണ് നമ്മൾ ഈ പെർഫോം ചെയ്യണമെന്ന ഒരു ബോധത്തോട് കൂടിയിട്ടാണ് നമ്മളത് ചെയ്യണത്. പക്ഷെ അതേസമയം തന്നെ നമ്മുടെ ഒരു ട്രഡീഷന്റെ ഡെപ്ത് എന്താണെന്ന് കാണുന്നതിൽ ഒരു 5% ആൾക്കെങ്കിലും, ഇപ്പൊ ഞാൻ പറഞ്ഞ 100% ആളുകൾക്ക് അത് മനസ്സിലായിക്കൊള്ളണമെന്നൊന്നുമില്ല അതിന്റെ ഡെപ്ത് എന്താണെന്നുള്ളത്. പക്ഷെ ഒരു 5% ആൾക്കെങ്കിലും അത് ഇത് നമുക്ക് കാണേണ്ടതാണ്, അല്ലെങ്കിൽ നമ്മൾ ഇതിനെക്കുറിച്ച് കൂടുതൽ മനസ്സിലാക്കേണ്ടതാണെന്നൊരു തോന്നൽ ഉണ്ടാക്കാനുള്ള ഒരു എന്താ പറയുക, ഒരു പരിചയപ്പെടുത്തൽ മാത്രമാണ് നമ്മുടെ ഈ പെർഫോമൻസ് കൊണ്ട് ഉദ്ദേശിക്കുന്നത്. ഒരു ഇൻട്രഡക്ഷൻ മാത്രമേ ഈ പെർഫോമൻസ്, അല്ലാതെ ഉദാത്തമായ ഒരു കൂടിയാട്ടം പെർഫോമൻസ് ഒന്നും 1 മണിക്കൂർ കൊണ്ട് എന്തായാലും പോസിബിൾ അല്ലല്ലോ, നമുക്കറിയാം. അപ്പോൾ പ്രധാനമായിട്ട് നമ്മൾ ഉദ്ദേശിക്കുന്നത് ഒരു 5% ആളുകളെങ്കിലും ഇതിൽ താല്പര്യം, ഇത് കൂടുതൽ മനസ്സിലാക്കണം, കൂടുതൽ കാണണം എന്നുള്ള ഒരു തോന്നൽ ഉണ്ടാക്കിയെടുക്കുക എന്നുള്ളതാണ് നമ്മുടെ ഒരു ലക്ഷ്യമായിട്ട് ഇതിൽ കണക്കാക്കുന്നത്. ഇത് താല്പര്യം ഉണ്ടെങ്കിൽ കൂടിയാട്ടം മനസ്സിലാക്കാൻ ഒരു ബുദ്ധിമുട്ടുണ്ടാവുമെന്ന് എനിക്ക് തോന്നുന്നില്ല. അപ്പൊ അതുകൊണ്ട് ബാംഗ്ലൂരും ഇത് കണ്ടു കഴിയുമ്പോൾ ഒരു 5% നമ്മുടെ മലയാളികളിൽ ഇത് കൂടുതൽ കാണണം എന്നൊരു തോന്നൽ ഉണ്ടാക്കാൻ പറ്റും എന്നാണ് എൻ്റെ ഒരു പ്രതീക്ഷ. ഇനി നിങ്ങളുടെ ചോദിച്ചാൽ ഞാൻ ഓരോന്നായിട്ട് മറുപടി പറയാം. അത് എനിക്ക് തോന്നുന്നു ഏകദേശം ഒരു ധാരണ കിട്ടിയിട്ടുണ്ടാവും തോന്നുന്നു ഞാൻ പറഞ്ഞത്. ഇത് കൂടിയാട്ടത്തിന്റെ ഈ ഒരു ഇവന്റിന്റെ പോസ്റ്റർ നമ്മൾ മലയാളികൾക്കും അയച്ചിട്ടുണ്ട്. നമ്മുടെ ഈ കമ്മ്യൂണിറ്റിയിലുള്ള എല്ലാ റെസിഡൻസിനും, നോൺ മലയാളീസിനും അയച്ചിട്ടുണ്ട്. മലയാളികൾക്ക് കൂടിയാട്ടം എന്ന് പറയുന്നത് കേട്ടുപരിചയം ഉണ്ട്, അല്ലെങ്കിൽ കുറച്ച് പേർക്ക് അതിൽ കൂടുതലും അറിയാം. പ്രശാന്തൻ ഇവിടെ ഉണ്ട്, അങ്ങനെ കുറച്ച് പേർക്ക് കൂടുതലും അറിയാം. പക്ഷെ കൂടുതൽ ആൾക്കാർക്കും അത് കേട്ടുപരിചയമുണ്ട്. ശേഷം ഈ ഒരു ഇൻഫർമേഷൻ നമ്മൾ ഷെയർ ചെയ്തതിന് ശേഷം നമുക്ക് ഒരുപാട് ആൾക്കാരിൽ നിന്നും, അതായത് മലയാളികളല്ലാത്ത ആൾക്കാരിൽ നിന്നും ചോദിച്ചു വരുന്നുണ്ട് ഇത് എപ്പോഴാണ്. ആദ്യം കമ്മിങ് സൂൺ പോസ്റ്റർ അയച്ചതിന് ശേഷം തന്നെ ഒരുപാട് ആൾക്കാരുടെ നമുക്ക് എപ്പോഴാണ് എന്നുള്ളൊരു ചോദ്യം വന്നിട്ടുണ്ട്. പിന്നെ അത് എന്താണെന്നുള്ള ഒരു മധു സർ, പ്രശാന്താണ്. പറഞ്ഞോളൂ. അതിനുമുമ്പ് ബെച്ചോടെ ഒരു കാര്യം മധു സാറ് പറഞ്ഞതിനകത്ത് നിന്ന് സാൻസ്ക്രിത് പ്ലേ എന്നുള്ളത് നമ്മൾ കുറച്ചുകൂടെ ഹൈലൈറ്റ് ചെയ്യാം. കൂടിയാട്ടം എന്നുള്ളത്, സാൻസ്ക്രിത് പ്ലേ എന്നുള്ളത് ഞാൻ നമ്മൾ ആ ഒരു പോയിന്റ് കുറച്ചുകൂടെ നമുക്ക് നമ്മളെ പോസ്റ്ററിൽ ഹൈലൈറ്റ് ചെയ്യാം. ഈ പറയുന്ന മറ്റ് നാട്ടുകാർ കൂടെ അതിനകത്ത് എന്തുണ്ടാക്കാൻ പറ്റും. സാർ ഞാൻ ഒരു കാര്യം ചോദിച്ചിരിക്കുന്നത്, ഈ രാവണന്റെ പകർന്നാട്ടം പോകുമ്പോൾ അതിന് സബ് ടൈറ്റിൽ ഉണ്ടാവും? എല്ലാത്തിനും, അതായത് ആക്ടർ എന്ത് കാണിച്ചാലും അവിടെ സബ് ടൈറ്റിൽ ഉണ്ടാവും. അത് ഡയലോഗ് ചെയ്യുമ്പോൾ അതിനും സബ് ടൈറ്റിൽ ഉണ്ടാവും, ഡയലോഗിന് ട്രാൻസ്ലേഷൻ ഉണ്ടാവും. പകർന്നാട്ടം തന്റെ ഡാട്ടം എന്നൊക്കെ പറയുന്നത് നിങ്ങളുടെ സ്വാതന്ത്ര്യമല്ലേ? അപ്പൊ അതുകൊണ്ട് അത് സാധാരണ ഒരു ജെന്യുവൻ ആയിട്ടുള്ള ഒരു സ്റ്റേജിൽ അങ്ങനെയാണ്. പക്ഷെ നമുക്ക് ഇങ്ങനെ പ്ലാൻഡ് ആയിട്ട് ചെയ്യുന്ന വളരെ ലിമിറ്റ് ആയിട്ട് ചെയ്യുമ്പോൾ, പുതിയതായിട്ട് ചെയ്യുമ്പോൾ നമുക്കത് നേരത്തെ പ്രീ പ്ലാൻഡ് ആണ്. അത് അതാണ് എന്റെ ഒരു റിക്വയർമെന്റും അതാണ്. അതുകൊണ്ട് ഞാൻ ചോദിച്ചത്. കാരണം സാധാരണ നമ്മളിപ്പോ സബ് ടൈറ്റിൽ കൊടുത്ത് ഞാൻ കാണുന്നത്, നമ്മൾ പദങ്ങൾക്ക് സബ് ടൈറ്റിൽ കൊടുത്തു പോകും, ആട്ടങ്ങൾക്ക് വലുതായി ചിട്ടപ്പെട്ട ആട്ടങ്ങൾക്ക് മാത്രം സബ് ടൈറ്റിൽ ഉണ്ടാവുകയും മറ്റത് എന്താ ചെയ്യാൻ പറ്റില്ലല്ലോ. അതുകൊണ്ടാണ് അത് കഥകളി കൂടിയായിട്ട് നമ്മൾ ചെറിയൊരു വ്യത്യാസമുണ്ട്. കഥകളി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അപ്പൊ അങ്ങോട്ട് വേഗം കാണിച്ചു പോകുന്ന കാര്യങ്ങളാണ്, അതിനെല്ലാത്തും ചിലപ്പോൾ സബ് ടൈറ്റിൽ പോസിബിൾ അല്ല. പക്ഷെ കൂടിയാട്ടത്തില് സാധാരണ ചെയ്യുന്ന ഇറങ്ങി തന്നെയാണെങ്കിൽ ഒരു 90% നേരത്തെ ആട്ടപ്രകാരം അനുസരിച്ച് കാണിച്ചു പോകുന്ന കാര്യങ്ങളായിരിക്കും. ഒരു 10% മാത്രമേ സ്പോണ്ടേനിയസ് ആയിട്ട് അപ്പ കാണിക്കുന്ന ചില സാധനങ്ങൾ ഉണ്ടാവുള്ളൂ. പൊതുവെ എങ്ങനെയാണ്. പക്ഷെ ഇത് നമ്മൾ വളരെ പ്രീ പ്ലാൻഡ് ആയിരിക്കും. ഈ തുടങ്ങുന്ന അരങ്ങ് ചടങ്ങുകൾ തന്നെ ഒരു കുറച്ച് സമയം ഉണ്ടാവില്ല സാർ?
ഇല്ല, അതൊക്കെ നമ്മൾ പരമാവധി എഡിറ്റഡ് വെർഷനിലേക്ക് കൊണ്ടുപോകും. കാരണം എന്താ വെച്ചാൽ ആദ്യത്തെ ചടങ്ങുകളൊക്കെ കൂട്ടാൻ പോയി കഴിഞ്ഞാൽ ഓഡിയൻസിന് ഒരു വിരസത വരരുതല്ലോ. അപ്പൊ അതുകൊണ്ട് നമ്മൾ അല്ല അതൊക്കെ അതില് ഒരു വിത്തിൻ കൃത്യമായി നല്ല 4 മിനിറ്റ് മിനിമം 3 or 4 മിനിറ്റ്സിലെല്ലാം കഴിയും. അത് കഴിഞ്ഞാൽ വേഷം വരും. അതെ മാക്സിമം അതെ 3 മിനിറ്റ്സ് or 4 മിനിറ്റ്സ്. ഓ ശരി ശരി. അപ്പൊ പിന്നെ 1 hour എന്നുള്ള 1 hour 15 minutes വരെ അതെ, സമയം എടുക്കാം. മാക്സിമം. അതെ, അത് അതെ, അത് നിങ്ങൾക്ക് റെസ്പോൺസ് നോക്കിയിട്ടും അത് അതുപോലെ തീർച്ചയായിട്ടും, ചെയ്യാം. ഓ, തീർച്ചയായിട്ടും. ഈ തുടങ്ങുന്ന അരങ്ങ് ചടങ്ങുകൾ തന്നെ ഒരു കുറച്ച് സമയം ഉണ്ടാവില്ല. പിന്നെ ഈ ജഡായു രംഗത്ത് വരുമ്പോ എല്ലാവരും രംഗത്തുണ്ടാവും, അല്ല ജഡായുവിനൊരു മാത്രമാണോ വരിക? ജഡായുടെ എൻട്രി ഒറ്റയ്ക്കായിരിക്കും. അത് കഴിഞ്ഞാൽ മറ്റു ക്യാരക്ടേഴ്സ് വരും. അത് പിന്നെ മനസ്സിലായി. അവരുടെ കോൺവെർസേഷൻ ആണ്. അത് വേറെ രംഗമായിട്ട് മീൻസ് ഒരു രംഗമായിട്ടാണ് ഉണ്ടാവുക ജഡായു വേറെ വരുന്നത്. രംഗമായിട്ടാണ് പ്രവേശം വരിക. ജഡായിന്റെ പ്രവേശം, അതിന്റെ ജഡായിന്റെ നൃത്തവും കാര്യങ്ങളൊക്കെ വേറെ പ്രവേശമായിട്ടാണ് വരിക. അത് കഴിഞ്ഞാൽ പിന്നെ ഒരുമിച്ച് വരും. ആ ശരി. ഈ ശ്ലോകത്തിന് പോലും സബ് ടൈറ്റിൽ ഉണ്ടാവുന്ന പറയുന്നത്. ഉണ്ടാവും. എന്ത് ചെല്ലിയാലും ഡയലോഗാണെങ്കിൽ ഡയലോഗിന് സബ്ടൈറ്റിൽ ഉണ്ടാവും, മുദ്ര കാണിക്കുകയാണെങ്കിൽ മുദ്രയ്ക്ക് സബ്ടൈറ്റിൽ ഉണ്ടാവും. മാസ്റ്ററുടെ ആരെങ്കിലും വരുന്നുണ്ടാവല്ലോ അല്ലേ അത് സബ് ടൈറ്റിൽ ചെയ്യാൻ? നമ്മൾ ആ താളം പിടിക്കുന്ന കുട്ടി തന്നെ ഞാൻ മായോട് പറഞ്ഞിരുന്നു. അവിടെ വെച്ചിട്ട് സ്റ്റേജിലേക്ക് അത് ഇത് ചെയ്യുകയാണെങ്കിൽ ഒന്നുകിൽ സ്ലൈഡ് ചേഞ്ചർ അല്ലെങ്കിൽ ലാപ്ടോപ്പ് അവിടെ അറേഞ്ച് ചെയ്യുകയാണെങ്കിൽ അവിടെ നിന്ന് മാറ്റിക്കൊള്ളാം എന്ന് പറഞ്ഞിട്ടുണ്ട്. അവിടെ നിന്ന് ചെയ്യാമല്ലേ? ചെയ്യാൻ പറ്റും. പിന്നെ ഈ ജഡായു രംഗത്ത് വരുമ്പോ എല്ലാവരും രംഗത്തുണ്ടാവും, അല്ല ചോദിക്കാൻ പറ്റുന്നത് സാധാരണ ഈ സൂത്രധാരൻ വന്ന് അവതരിപ്പിക്കുക എന്ന് പറയുന്നൊരു രീതി ഉണ്ടാവും? ഇല്ല, അതെന്താ വെച്ചാൽ സാധാരണ നാടകത്തിലാണ് ശരിക്കും സൂത്രധാരം വരിക. അപ്പൊ ഒന്നാമത്തെ അംഗമാണെങ്കിൽ അതിന് മുമ്പാണ് സൂത്രധാരം എപ്പോഴും പ്രവേശിക്കുക. നമുക്ക് നാടകം എന്നൊരു കൺസെപ്റ്റ് കൂടിയാട്ടത്തിലില്ല, അംഗം മാത്രമേ ഉള്ളൂ, നാടകമല്ല. സൂത്രധാരം വരും, ഒന്നാം അംഗമാണെങ്കിൽ സൂത്രധാരം വരും. പക്ഷെ നമ്മൾ ഈ പറഞ്ഞ കണ്ടംപററി തിയേറ്ററിൽ കാണിക്കുന്ന പോലെയല്ല. കണ്ടംപററി തിയേറ്റർ അത് ആ ഒരു മീഡിയം അവർ ഉപയോഗിച്ചിട്ട് പ്ലേ ഇൻട്രൊഡ്യൂസ് ചെയ്യാൻ വേണ്ടിയിട്ട് ഒരാൾ വന്നിട്ട് ഇങ്ങനെ കഥ കാവാലൊക്കെ ചെയ്യുന്ന പോലെ രീതിയിൽ ചെയ്യണത് സ്വഭാവം വെച്ചിട്ട് സൂത്രധാരനെ ഒരു മീഡിയ അംഗത്തിലാണെങ്കിൽ അതിനു മുമ്പ് സ്ഥാപന എന്ന് പറയുന്ന നാടകം തുടങ്ങുന്നതിന് മുമ്പ് സ്ഥാപന എന്ന് പറയുന്ന ഒരു ഭാഗമുണ്ട്. അതിലാണ് ഒരു സൂത്രധാരനും. പക്ഷെ കൂടിയാട്ടത്തിനകത്തോളം അതിന്റെ ആവശ്യം വരില്ല. കാരണം കൂടിയാട്ടം അംഗം മാത്രമാണല്ലോ, ഒരു നാടകം ഫുൾ അല്ലല്ലോ ചെയ്യുന്നത്. അപ്പൊ അതുകൊണ്ട് ഒന്നാം അംഗമാണെങ്കിൽ മാത്രം അതിന്റെ സ്ഥാപനയിൽ മാത്രമാണ് ഇത് വരിക. പിന്നെ നമ്മുടെ ഒരു പൊതു സ്വഭാവം കഥയറിഞ്ഞ് ആട്ടം കാണുക എന്ന് പറയുന്ന ഒരു ഭാഷ ഉണ്ടല്ലോ. അതായത് നമ്മള് എന്താണെന്ന് അറിയാനല്ല കാണുന്നത്, എങ്ങനെ ചെയ്യണമെന്ന് അറിയാൻ വേണ്ടിയിട്ടാണ്. ക്ലാസിക്കൽ ഫോമുകളൊക്കെ അങ്ങനെയാണ്. കഥ അറിയാൻ വേണ്ടിയിട്ടല്ല നമ്മൾ കാണുന്നത്, എങ്ങനെ കാണിക്കണമെന്ന് അറിയാൻ വേണ്ടിയിട്ടാണ്. അതുകൊണ്ടാണ് കഥ അറിയാനല്ല, കഥ എങ്ങനെ ആടുന്നു എന്നറിയാനാണെന്ന് നമ്മൾ ഓൾറെഡി ഡിസ്കസ് ചെയ്തിട്ടുണ്ട് ഇവിടെ. പൊതുവെ ആ ഒരു നമ്മുടെ ഒരു ഇൻട്രൊഡക്ഷൻ ഫേസ് തന്നെ ഞങ്ങളത് അതിനെപ്പറ്റി സംസാരിച്ചിട്ടുണ്ട്. എന്താ ഒരു തിയേറ്റർ തമ്മിലുള്ള വ്യത്യാസം നമ്മൾ സംസാരിച്ചിട്ടുണ്ട്. ഇതൊരു അബ്സല്യൂട്ട് തിയേറ്ററും അല്ല, അബ്സല്യൂട്ട് തിയേറ്ററാണ്, പ്രൊപ്പഗൻഡ തിയേറ്റർ അല്ല എന്നുള്ളത്. അപ്പോ അങ്ങനെ ആട്ടം കാണുക എന്ന് പറയുന്ന ഒരു ഭാഷ ഉണ്ടല്ലോ. അതായത് നമ്മള് എന്താണ് തീർച്ചയായിട്ടും നിങ്ങളുടെ ശ്രമം വളരെ അഭിനന്ദനാർഹമായിട്ടുള്ള കാര്യമാണ്. തീർച്ചയായിട്ടും നമുക്ക് സഹകരിച്ചുകൊണ്ട് പുതിയ തലമുറയിലേക്ക് കൊണ്ടുവരാനായിട്ട് എന്തൊക്കെ ചെയ്യാൻ പറ്റുമെന്ന് വെച്ചാൽ അതൊക്കെ നമുക്ക് ചെയ്യാം. അതുപോലെ നിങ്ങൾ ഓരോരുത്തരെയും ഇവിടേക്ക് ക്ഷണിക്കുകയാണ്. നേപഥ്യയിൽ കൂടിയാട്ടം ഫെസ്റ്റിവലൊക്കെ ഉണ്ടാകുമ്പോൾ നമ്മുടെ നേപഥ്യ എന്ന് പറഞ്ഞ സൈറ്റിൽ കയറി കഴിഞ്ഞാൽ യൂട്യൂബിൽ അതിന്റെ ലിങ്കുകളൊക്കെ ഉണ്ട്. അതിൽ അനൗൺസ്മെന്റുകൾ വന്നുകൊണ്ടിരിക്കും. അപ്പോൾ നാട്ടിൽ വരുന്ന സമയത്ത് ഇവിടെ ഉണ്ടെങ്കിൽ ഒന്ന് വരിക, സഹകരിക്കുക, കാണുക. അപ്പോൾ ആ ഒരു അന്തരീക്ഷത്തിൽ ഇരുന്ന് കാണുന്നത് വേറൊരു അനുഭവമായിരിക്കും. എല്ലാവരും പ്രത്യേകം ക്ഷണിക്കുന്നു അതിലേക്ക്. സർ, മാർഗി എന്ന് പറയുന്നത് മാർഗി തിരുവനന്തപുരത്തുള്ള സ്ഥാപനമാണ്. അവിടെയാണ് പഠിച്ചത്. സർ, സൂത്രധാരൻ എന്ന് പറഞ്ഞില്ലേ, അത് വിദൂഷകൻ എന്നുള്ളത് അല്ല. അത് ഈ നാടകത്തിലെ കണ്ടംപററി തിയേറ്ററിൽ പിന്നീട് പലരും അതിനെ വിദൂഷകൻ പോലെ അവതരിപ്പിക്കുക. വിദൂഷകൻ എന്ന് പറയുന്ന ഒരു ക്യാരക്ടറാണ്. സൂത്രധാരൻ എന്ന് പറയുന്നത് ശരിക്കും ഒരു ഡയറക്ടർ എന്നൊക്കെ പറയുന്ന സാധനം ശരിക്കും സൂത്രധാരനാണ്. ശരിക്കും സൂത്രധാരൻ വന്നിട്ടാണ് നാടകത്തിനൊക്കെ പരിചയപ്പെടുത്തുക. അത് കഴിഞ്ഞാൽ മാറിയിട്ടാണ് ക്യാരക്ടേഴ്സ് വരിക. വിദൂഷകൻ എന്ന് പറയുന്നത് ശൃംഗാര നാടകങ്ങളിൽ മാത്രമേ വിദൂഷകൻ വരുള്ളൂ. അത് ശൃംഗാര നാടകങ്ങളിൽ രാജാവിന്റെ സജീവനായിട്ട്, രാജാവിന് മാനസികമായിട്ട് പ്രശ്നങ്ങളൊക്കെ ഉണ്ടാകുമ്പോൾ അയാളെ സന്തോഷിപ്പിക്കാനും അതിലുമായിട്ട് കാര്യങ്ങൾ ഡിസ്കസ് ചെയ്യാനൊക്കെ ഉള്ള ഒരു ക്യാരക്ടറാണ് സംസ്കൃത നാടകത്തിൽ വിദൂഷകൻ എന്ന് പറയുന്നത്. രണ്ടും രണ്ടാണ്. വിദൂഷകനും സൂത്രധാരനും ഒരു ബന്ധവുമില്ല. പക്ഷെ പലപ്പോഴും എന്താ വെച്ച് കഴിഞ്ഞാൽ നമ്മുടെ ഈ നാടക കണ്ടംപററി തിയേറ്ററിൽ പലർക്കും ഇതിനെ കൃത്യമായിട്ട് ധാരണ ഇല്ലാത്തതുകൊണ്ട് അവർ എളുപ്പത്തിന് വേണ്ടിയിട്ട് കുറച്ച് വിദൂഷണ സാധനം എടുക്കും, കുറച്ച് സൂത്രധാരനെയും കൂടി എടുത്തിട്ട് അങ്ങോട്ട് അവതരിപ്പിക്കുകയാണ് ചെയ്യുക. അതിപ്പോ നമുക്കറിയാലോ. ഇപ്പൊ നമ്മുടെ ഈ ചാനലുകളിലൊക്കെ ഇപ്പൊ ചാക്യാർ എന്ന് പറഞ്ഞുകൊണ്ടാണ് പലപ്പോഴും നമ്മുടെ ഷോകളിലൊക്കെ കൊണ്ടുവന്നിട്ട് കൂത്തിന്റെ വേഷം കെട്ടിയിട്ട് ചാക്യാർ എന്ന് പറഞ്ഞ ചാക്യാർ പറയണമെന്ന് പറഞ്ഞാൽ തുടങ്ങുക. വാസ്തവത്തിൽ ഇവർക്ക് രണ്ടും അറിയില്ല. ചാക്യാർ എന്ന് പറയുന്നത് ഒരു ജാതിയുടെ പേരാണെന്നും
അതും കൂത്തുമായിട്ട് ബന്ധമില്ലാന്നും അവർ നടത്തുന്ന കലാപരിപാടിയായിരുന്നു അല്ലാതെ അതിന്റെ ചാക്യാർമാരെല്ലാവരും കൂത്തു പറഞ്ഞോളന്നില്ല. ചാക്യാർ എന്ന് പറയുന്നത് മറ്റേതൊരു സമുദായത്തിന്റെ ഒരു ജാതിയുടെ പേരാണ്. മറ്റേതെന്ന് പറയുന്നത് ഒന്നില്ലെങ്കിൽ സൂതൻ എന്ന് പറയും ചാക്യാർ കൂത്തിലാണെങ്കിൽ, അല്ല കൂടിയാട്ടത്തിലാണെങ്കിൽ വിദൂഷകൻ എന്ന് പറയും. പക്ഷെ ഇതുപോലും അറിയാതെയായിട്ടാണ് നമ്മുടെ ചാനലുകളൊക്കെ. അപ്പോൾ നമ്മുടെ പുതിയ തലമുറ ചാക്യാർ എന്ന് പറഞ്ഞാൽ ഇങ്ങനെ വേഷം കെട്ടി നടക്കുന്ന ആളാണെന്നാണ് വിചാരിച്ചത്. ചാക്യാർ എന്ന് പറയുന്നത് അങ്ങനെ അല്ല. ചാക്യാർ എന്ന് പറയുന്നത് സമുദായത്തിന്റെ പേര് മാത്രമാണ്. അങ്ങനെ അബദ്ധധാരണകൾ നമ്മുടെ ഇടയിൽ ധാരാളം ഉണ്ട്. അതുപോലെ കൂടിയാട്ടത്തില് വിദൂഷകനായിട്ട് വരുന്ന ആളുടെ വേഷവിധാനം ഒരു ചാക്യാർ കൂത്ത് ചെയ്യുന്ന ആളുടെ പോലെയല്ലേ? അതാണ് അതെന്താ സംഭവിച്ചു കഴിഞ്ഞാല്, ആദ്യം നമ്മളിവിടെ ഈ കൂത്തെന്ന് പറയുന്ന കഥ പറയലാണ്. ശരിക്കും സംസ്കൃത ശ്ലോകങ്ങൾ ചൊല്ലിയിട്ട് അതിനെ വ്യാഖ്യാനിച്ച് മലയാളത്തിൽ കഥ പറയലാണ്. അപ്പൊ എനിക്ക് തോന്നുന്നത് ഇതിന്റെ കൃത്യമായിട്ട് നമുക്ക് എന്നാണ് ഇത് തുടങ്ങിയത് നമുക്ക് കൃത്യമായിട്ട് ഒരു തെളിവില്ല. അപ്പൊ അതുകൊണ്ട് തന്നെ നമുക്ക് അസ്യൂം ചെയ്യാൻ പറ്റുന്നത് ഇവിടെ കഥ പറയുന്ന ഒരു സംസ്കാരം ഇവിടെ ഉണ്ടായിരുന്നു. കാരണം ക്ഷേത്രങ്ങളിലൊക്കെ മഹാഭാരതം വായിച്ച് കഥ പറയുന്ന മഹാഭാരത ഭട്ടന്മാരെന്ന് പറയുന്ന ചരിത്രകാരന്മാരത് രേഖപ്പെടുത്തിയിട്ടുള്ളതാണ്. കഥ പറയാവുന്നൊരു സംവിധാനം ഇവിടെ ഉണ്ടായിരുന്നു. അപ്പൊ ആ രീതിയിൽ തന്നെ ഇവിടെ പുരാണ കഥകൾ പറയുന്ന ഒരു രീതി അവിടെ ഉണ്ടായിരുന്നിട്ടുണ്ടാവും. പിന്നീട് ഈ വിദൂഷകനെ കൊണ്ടുവന്നപ്പോഴായിരിക്കണം ഒരു കോസ്റ്റ്യൂം അതിന് ഡിസൈൻ ചെയ്യേണ്ടി വന്നത്. കാരണം വിദൂഷകൻ ഒരു ക്യാരക്ടറാണല്ലോ. കഥ പറയുമ്പോൾ വേഷമൊന്നും ഇല്ലെങ്കിലും കുഴപ്പമില്ല, പക്ഷെ ഒരു ക്യാരക്ടർ ആകുമ്പോൾ ഒരു വേഷം ഉണ്ടാവണം. അപ്പൊ അതിന് വേണ്ടിയിട്ട് ഒരു കോസ്റ്റ്യൂം ഡിസൈൻ ചെയ്തിട്ടുണ്ടാവും. പിന്നീട് ഇത് രണ്ടും ഒരേ ആളുകൾ കൈകാര്യം ചെയ്തപ്പോൾ ഈ കൂത്തു പറയുന്നതിലേക്കും ആ വേഷം കൊണ്ടുവന്നിട്ടുണ്ടാവാം. പക്ഷെ ഒരിക്കലും കൂത്തു പറയുന്ന ആളെ വിദൂഷകൻ എന്ന് പറയില്ല. കൂത്തു പറയുന്ന ആൾ സൂതൻ എന്നാണ് പറയുക. അതായത് സൂതൻ എന്ന് പറഞ്ഞാൽ കഥ പറയുന്ന ആളെന്ന് അർത്ഥം. നമ്മൾ ഈ ഭാഗവതത്തിലൊക്കെ നൈമിശാരണ്യത്തിൽ സൂതൻ ഋഷികളോട് കഥ പറയണു എന്ന് പറയുന്നുണ്ട്. അതേ സങ്കല്പമാണ് കൂത്തിന്റെ. വിദൂഷകനല്ല കൂത്തിൽ വരുന്നത്. പക്ഷെ കൂടിയാട്ടത്തിലേക്ക് വരുമ്പോൾ അത് ക്യാരക്ടറായി വിദൂഷകനായിട്ട് മാറും. ഏകദേശം അതിന്റെ ഒരു വേഷം ഇപ്പോൾ രണ്ടും ഒരുപോലെയാണ്. പിന്നെ അതിന്റെ അവതരണ രീതിയും സ്ലാങ് ഒക്കെ ഒരുപോലെയാണ്. പക്ഷെ വ്യത്യാസമുണ്ട്. കാരണം വിദൂഷകനാവുമ്പോൾ മലയാള ശ്ലോകങ്ങളൊക്കെ ചെല്ലും, പക്ഷെ കൂത്തിൽ സംസ്കൃത ശ്ലോകങ്ങൾ മാത്രമേ ഉപയോഗിക്കുള്ളൂ. മലയാളത്തിലേക്ക് ആ കഥ പറയും, പക്ഷെ ശ്ലോകങ്ങൾ എപ്പോഴും സംസ്കൃതമാണെന്ന് നിർബന്ധമാണ് കൂത്തിൽ. പക്ഷെ കൂടിയാട്ടത്തിൽ വിദൂഷകൻ അങ്ങനെയല്ല. സംസ്കൃതത്തിലെ ഡയലോഗ് പറഞ്ഞു കഴിഞ്ഞാൽ പിന്നെ അതിന്റെ മലയാള ശ്ലോകങ്ങൾ, മണിപ്രവാള ശ്ലോകങ്ങളും ചൊല്ലും. രണ്ടും തമ്മിൽ ഭയങ്കര വ്യത്യാസമുണ്ട്. പിന്നെ കൂത്തിലാവുമ്പോൾ ആദ്യം വന്നു കഴിഞ്ഞാൽ ഒരു ഇൻട്രഡക്ഷൻ കഴിഞ്ഞ് പീഠിക എന്ന് പറയും. ഈ ഈശ്വര സേവയുടെ പ്രാധാന്യമൊക്കെ പറഞ്ഞ് നിർത്തിയിട്ടാണ് കഥ പറയുന്നത്. ഒരു പൂർവ്വകഥ ഒന്ന് സംക്ഷേപമായിട്ട് റീക്യാപ്പായിട്ടുള്ളത് ഒന്ന് സംക്ഷേപമായിട്ട് പറഞ്ഞിട്ട് ശ്ലോകം ചൊല്ലി അർത്ഥം പറഞ്ഞ്, അതാണ് അതിന്റെ സ്ട്രക്ചർ. വിദൂഷകൻ അങ്ങനെയല്ല, നേരെ ഡയലോഗിലേക്കാണ് വരിക. രണ്ടും രണ്ടാണെന്ന് അർത്ഥം ശരിക്കും. പക്ഷെ കോസ്റ്റ്യൂം ഒരുപോലെ തന്നെയാണ്. ഒരു ലോകധർമ്മി ചാൻസ് കൊടുക്കുന്നതായിരിക്കും ഏതിനെ? വിദൂഷകനാവുമ്പോ കുറേ കൂടെ. ലോകധർമ്മി ആണെന്ന് ചോദിച്ചാൽ കൃത്യമായി ലോകധർമ്മി എന്ന് പറയാൻ പറ്റില്ല. ലോകധർമ്മി എന്ന് പറയണമെങ്കിൽ ശരിക്കും ഇപ്പോൾ നാട്യശാസ്ത്രത്തിലേക്ക് നിയമം അനുസരിച്ച് ലോകധർമ്മി എന്ന് പറയണമെങ്കിൽ എന്താണോ നമ്മൾ സാധാരണ ജീവിതത്തിൽ ചെയ്യുന്നത് അതുപോലെ ചെയ്യുമ്പോഴേ അത് ലോകധർമ്മി ആവുള്ളൂ. പക്ഷെ ഇതൊരു സ്റ്റൈലൈസേഷൻ ഉണ്ട്. കാരണം സ്ലാങ്ങിൽ തന്നെ ഇപ്പൊ നമ്മൾ സാധാരണ വർത്തമാനം പറയുന്ന പോലെ അല്ലല്ലോ. അതിന്റെ വർത്തമാനം പറയുന്നതിന് തന്നെ ഒരു സ്റ്റൈലൈസേഷൻ അതിൽ വരുന്നുണ്ട്. അപ്പൊ പൂർണ്ണമായിട്ടും അതിനെ ലോകധർമ്മി എന്ന് പറയാൻ പറ്റുമെന്ന് എനിക്ക് സംശയമുണ്ട്. സ്റ്റൈലൈസ്ഡ് ആയിട്ടുള്ള നറേഷൻ തന്നെയാണ് അതിൽ നടക്കുന്നത്. പക്ഷെ മലയാളിയെ സംബന്ധിച്ചുള്ള അത് മലയാളത്തിൽ പറയുന്നു എന്നുള്ളതാണ് അതിന്റെ ഒരു കമ്മ്യൂണിക്കേഷൻ പെട്ടെന്ന് സാധിക്കണമെന്ന് അർത്ഥം. മധു സർ, ഇത്രയും സമയം നമുക്ക് വേണ്ടി മാറ്റിവെച്ച് ഓൺലൈനിൽ ജോയിൻ ചെയ്ത് ഞങ്ങൾക്ക് ഇത്രയും കൂടിയാട്ടത്തിനെ കുറിച്ച് ഇത്രയും ഇന്റൻസ് ആയിട്ട് ഉള്ള ഡീറ്റെയിൽസ് തരാൻ വന്നതിൽ ഞങ്ങൾക്ക് ഭയങ്കര സന്തോഷമുണ്ട്. ഹൃദയത്തിന്റെ ഭാഷയിൽ നിന്ന് നന്ദി പറയാണ്. ഇനി അത് ഡയറക്റ്റ്ലി ലൈവായിട്ട് കാണാനുള്ള എക്സൈറ്റ്മെന്റിലാണ് ഞങ്ങളെല്ലാവരും. അപ്പോൾ സാറിന്റെ അനുഭവങ്ങളും ഒക്കെ ഇത്രയധികം ചുരുങ്ങിയ സമയം കൊണ്ടാണെങ്കിലും നമ്മളോട് പങ്കുവച്ചതിൽ, മാത്രമല്ല സാറിനെ പോലത്തെ ഒരാളുടെ അടുത്ത് നമുക്ക് ഇങ്ങനെ ലൈവായിട്ട് ഇരിക്കാൻ പറ്റിയതും സംസാരിക്കാൻ പറ്റിയതും ഇനി നേരിട്ട് കാണാൻ പോകണമെന്ന് പറയുന്നത് ഭയങ്കര അഭിമാനമുള്ളൊരു കാര്യമാണ് ഞങ്ങളെ സംബന്ധിച്ച്. അപ്പോൾ ഇത്രയും സമയം എടുത്തതിന് ഞങ്ങളുടെ എല്ലാവരുടെയും വക ഹൃദയത്തിൽ നിന്ന് ഞങ്ങൾ നന്ദി പറയാണ്. വലിയ സന്തോഷം. സോ മച്ച്. നിങ്ങൾ എടുക്കുന്ന ഇനിഷ്യേറ്റീവിന് അഭിനന്ദനം. താങ്ക് യു. താങ്ക് യു സർ.